ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശുക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നന്ദിയും അഭിവാദനങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാൻ നദിക്കരയിൽ എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് മോശയുടെ അന്ത്യനാളുകളടുത്ത് മരണം സംഭവിക്കുന്നു. അതിനെ സംബന്ധിച്ച് ആവർത്തന പുസ്തകങ്ങളിൽ അതിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ 14 മുതലുള്ള ഭാഗങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിൽ വന്ന് നിൽപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയെ ദൈവം കൽപ്പിച്ചതുപോലെ മോശ യോശുവയെയും വിളിച്ചുകൊണ്ട് സമാഗമന കൂടാരത്തിൽ ചെന്ന് നിന്നു. വീണ്ടും അനേകം കൽപ്പനകളും നിർദ്ദേശങ്ങളുമൊക്കെ നൽകുന്നു. അത് മോശയും യോശുവയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് 32-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നതായ കാര്യം, മോശ വാർദ്ധക്യാവസ്ഥയിലായി. അവനിപ്പോൾ 120 സംവത്സരമായിരിക്കുകയാണ്. അതിൽ 40 സംവത്സരം മിസ്രൈമിലെ ഫറവോൻ്റെ രാജകൊട്ടാരത്തിലും 40 സംവത്സരം തൻ്റെ അമ്മായിയപ്പനായ യിത്രോയോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ടും കഴിച്ചുകൂട്ടി. തുടർന്നുള്ള 40 വർഷക്കാലം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടിവിച്ചുകൊണ്ട് അത് സഞ്ചരിച്ചതായ സമയമാണ്. ഈ 120 വർഷം പൂർത്തിയായതായ മോശ അതെ വാർദ്ധക്യത്തിൽ മരിക്കുമെന്നുള്ളതായ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് മുഖാന്തരം അവൻ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട് എരിഹോവിന് അരികെയുള്ളതായ മോവാബ് ദേശത്തുള്ള അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി അവിടെ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കും എന്ന് ദൈവമായ കർത്താവ് വാഗ്ദത്തം ചെയ്തതായ ആ ദേശം അവൻ നോക്കി കാണുകയും അങ്ങനെ തൻ്റെ ജനം അവിടെ പോയി സന്തോഷമുള്ളവരായി തീരുമെന്നുള്ളതായി സംതൃപ്തിയോടുകൂടെ അവിടെ തന്നെ മരിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. വാർദ്ധക്യത്തിലും മരിക്കുന്ന അവസ്ഥയിലും കാഴ്ചക്കുറവോ ശാരീരിക ബലഹീനതയോ ഒന്നുമില്ലാതെ ശക്തിയോടുകൂടെ തന്നെയാണ് മോശ ജീവിച്ചിരുന്നത്. അദ്ദേഹം മരിച്ച എവിടെ അടക്കിയെന്നോ ആര് അടക്കിയെന്നോ എന്നുള്ളതായ പൂർണ്ണത കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ ദൈവദൂതന്മാർ അടക്കം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷം ദൈവമായ കർത്താവ് മോശയുടെ അനന്തര അവകാശിയായി യോശുവയെ തിരഞ്ഞെടുക്കുകയാണ്. യോശുവയെ തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തുവാൻ തക്കോണം ദൈവം നിയോഗിക്കുകയാണ് ഉണ്ടായത്. മോശയുടെ യാത്രകളിൽ മോശ ഇസ്രായേൽ ജനങ്ങളെ പരിപാലനം ചെയ്തപ്പോൾ അവൻ്റെ കയ്യിലുള്ള വടിമേൽ ദൈവവും ദൈവ സാന്നിധ്യവും ദൈവിക ശക്തി നിലനിന്നിരുന്നു എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. എന്നാൽ ഇപ്പോഴോ യോശുവയുടെ കൂടെ മോശ മുഖാന്തരം ദൈവം കൽപ്പിച്ചതുപോലെ ഒരുക്കപ്പെട്ടതായ ആ സാക്ഷ്യപട്ടകത്തിന്മേലായിരുന്നു ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും നിലനിന്നിരുന്നത്. ആ സാക്ഷ്യപട്ടകം ദൈവത്തിൻ്റെ നിയോഗത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിനുള്ളിൽ ദൈവം തൻ്റെ വിരലിൽ എഴുതി കൊടുത്തതായ 10 കൽപ്പനകൾ അടങ്ങിയതായ കൽപ്പലകകൾ വെച്ചിട്ടുണ്ട്.
അതിന് മുകളിൽ 2 കെരൂബുകൾ അഭിമുഖമായി നിൽക്കുന്നതായ ഒരു കൃപാസനമുണ്ട്. ആ കൃപാസനത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയും അത് എൻ്റെ പ്രിയപ്പെട്ടവരോട് യോശുവയോടും മോശയോടും ഒക്കെ സംസാരിച്ചത് നമുക്ക് കണ്ടെത്തുവാനും തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അത് അരുളി ചെയ്യുന്നതാണ്. എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനവും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയുടെ നിർദ്ദേശപ്രകാരം യോശുവ തൻ്റെ ജനങ്ങളും പുരോഹിതന്മാർ വഹിക്കുന്ന നിയമപെട്ടകവും എടുത്തുകൊണ്ട് അവർ യാത്ര പുറപ്പെടുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ യോശുവ ജനത്തിൻ്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കടന്ന് ജനത്തോട്, നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാനക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിക്കുക. അങ്ങനെ ഇസ്രായേൽ അത് മോശയുടെ അനന്തര അവകാശിയായി കടന്നു വന്നതായ യോശുവയുടെ നിർദ്ദേശത്തോടുകൂടെ കൽപ്പനയോടുകൂടെ അവൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം യോർദാൻ നദിക്കരയിലേക്ക് കടന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ ജനത്തിന് വലിയൊരു വിജയം വീണ്ടും അവിടെ നൽകുന്നു. അത് ദൈവത്തിൻ്റെ ജനത്തിന് നൽകുന്നതായ ആ വിജയത്തെ നാം ഇന്ന് ചിന്തിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഇസ്രായേൽ ജനം യോർദാൻ കടക്കേണ്ടതുണ്ട്. കനാൻ ദേശത്തിലേക്ക് പുറപ്പെടുന്നതായ ഈ ജനം യോർദാൻ കടന്നെങ്കിൽ മാത്രമേ അവർക്ക് അക്കരെ കനാനിൽ എത്തിച്ചേരാൻ കൊണ്ട് സാധ്യമാകുള്ളൂ. കാരണം യോർദാൻ നദിയുടെ അക്കരെ കരയിലാണ് ഈ കനാൻ ദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ വളരെ കഷ്ടപൂരിതമായ മരണത്തിൻ്റെ സാദൃശ്യമായ ആ യോർദാൻ ഈ ജനങ്ങൾക്ക് കടക്കണമായിരുന്നു. യോർദാൻ നദി എന്ന് പറയപ്പെടുന്നത് മിക്കവാറും കലങ്ങി ഒഴുകുന്ന ഒഴുക്കുള്ളതായ ഒരു നദിയാണ്. ഈ നദിയിൽ പലപ്പോഴും വെള്ളം കര കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയിലായിത്തീരും. കൊയ്ത്ത് കാലമാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളതായ വെള്ളപ്പൊക്കം വന്നിട്ട് കര കവിഞ്ഞ് ഈ നദിയിൽ കൂടെ ഒഴുകും. അങ്ങനെ എപ്പോഴും മിക്ക സമയത്തും കര കവിഞ്ഞൊഴുകുന്ന കലങ്ങി മറിഞ്ഞു ഒഴുകുന്ന ഒരു നദിയാണ് ഈ യോർദാൻ നദി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ എലീശ പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്നു ചേർന്നതായ കുഷ്ഠരോഗിയായ നയമാനോട്, നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നത്. കലങ്ങി ഒഴുകുന്നതായ ഈ നദിയിൽ പോയി ഞാൻ എന്തിനു മുങ്ങണം എന്നുള്ളതായിരുന്നു നയമാൻ്റെ അഭാവം. അതെ, യോർദാൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ കൊയ്ത്ത് കാലമാണ്. യോർദാൻ നദി കര കവിഞ്ഞൊഴുകുകയാണ്. ഈ കര കവിഞ്ഞൊഴുകുന്നതായ യോർദാൻ നദിയിൽ കൂടെ എങ്ങനെ ഈ ജനം അക്കരയ്ക്ക് കടക്കും? എന്നാൽ യോശുവയ്ക്ക്, ഇസ്രായേൽ ജനങ്ങളുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, ചെങ്കടൽ കടത്തി അതെ ഇക്കരയ്ക്ക് കൊണ്ടുവന്നതായ ഈ ദൈവം നമ്മോടുകൂടെയുണ്ട്. മോശയോടുകൂടെ ഇരുന്നതുപോലെ യോശുവയുടെ കൂടെയുണ്ട്.
അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അക്കരെ കടക്കുവാൻ കൊണ്ട് സാധിക്കുന്നുള്ള പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനം യോർദാൻ അരികെ 3 ദിവസം താമസിച്ചു. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. അതെ, യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം എടുത്തു. അങ്ങനെ ഈ ജനം യോർദാൻ അത് കടക്കുവാൻ തക്കോണം ശ്രമിക്കുമ്പോൾ ദൈവ നിർദ്ദേശവും ദൈവത്തിൻ്റെ ആ അനുഗ്രഹവും അവരുടെ കൂടെ ഇരുന്നു. ദൈവമായ കർത്താവ് യോശുവയോട് പറയുകയാണ്, അതെ, നദി കടക്കുന്നത് എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ആ ഒരു വിശദീകരണത്തിൽ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടകം എടുത്തുകൊണ്ട് മുന്നേ സഞ്ചരിക്കണം. അതിന് പിന്നാലെ ജനവും യാത്ര പുറപ്പെടണം എന്ന് ആ നിർദ്ദേശം നൽകി. അതിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കണ്ടിരിക്കുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. പുരോഹിതന്മാരുടെ യഹോവ, നിങ്ങൾ നിയമപെട്ടകം എടുത്ത് ജനത്തിന് മുമ്പാകെ അക്കരെ കടപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി നടന്നു. അപ്പോൾ നിയമപെട്ടകം എടുത്തുകൊണ്ട് ജനത്തിൻ്റെ മുമ്പാകെ ഈ പുരോഹിതന്മാർ നടക്കുകയാണ്. നടക്കുമ്പോൾ അവർക്ക് നൽകിയതായ ഒരു പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഈ ജനം നിയമപെട്ടകത്തിനും 2000 അടി പുറകിൽ മാത്രമേ സഞ്ചരിക്കാവൂ. എന്തുകൊണ്ടാണ് ഈ നിർദ്ദേശം കൊടുത്തതെന്ന് ചോദിച്ചിരുന്നാൽ, ദൈവത്തിൻ്റെ നിയമപെട്ടകത്തിനകത്ത് ഉള്ളിലിരിക്കുന്നത് അതെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൽപ്പനകളും പരിശുദ്ധമായിരിക്കുകയാണ്. ആ വചനമാകുന്ന ക്രിസ്തുവാണ് അതിനകത്തുള്ളത്. ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുന്നതായ കൃപാസനവും അതിലുണ്ട്. അതുകൊണ്ട് ദൈവമായ കർത്താവ് ആ നിയമപെട്ടകത്തിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഇക്കാരണത്താൽ ജനത്തിന് അതിന് പിന്നാലെ പോകുവാൻ തക്കോണം കഴിയുമായിരുന്നില്ല. അതിനാണ് 2000 അടി വ്യത്യാസം അവിടെ നിർമ്മിച്ചത്, അത് കൽപ്പിച്ചത് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. യോശുവ 3-ാം അധ്യായത്തിൻ്റെ 7-ൽ പറയുന്നത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് ഇസ്രായേൽ ജനം എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകയും നിന്നെ വലിയവനാക്കും. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൽ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കഴിക്കുക എന്ന് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുകയാണ്. യോർദാൻ കടക്കാനുള്ളതായ ശ്രമത്തിലാണ്. നിയമപെട്ടകം വഹിച്ചതായ പുരോഹിതന്മാർ ഇസ്രായേൽ ജനങ്ങൾക്ക് മുമ്പായിട്ട് 2000 അടി മുൻപിലായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു. അവർ യാത്ര ചെയ്ത് പെട്ടകം ചുമക്കുന്നതായ പുരോഹിതന്മാർ പെട്ടകവും വഹിച്ചുകൊണ്ട് ആ യോർദാൻ നദിയുടെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ തന്നെ, സ്പർശിച്ചപ്പോൾ തന്നെ ആ നദി 2ആയിട്ട് ഇങ്ങനെ വേർപിരിഞ്ഞു. നദിയുടെ വെള്ളം മുകളിൽ നിന്നിങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്ന ഈ വെള്ളം ഒരു ചിറ പോലെ, ഒരു മതിൽ പോലെ ഇങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ താഴോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം അതെല്ലാം ഒഴുകി കടലിലേക്ക് ചെന്ന് പതിച്ചു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടായതായ ഈ മതിൽ പോലെയുള്ളതായ ഈ ജലക്കെട്ട് ജലമതിൽ അത് ഉയർന്ന് തിരിച്ച് ഈ വെള്ളം അതെ പുറകോട്ട് ഒഴുകി അത് ചാവുകടലിലേക്ക് പതിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ജനത്തെ വെള്ളം മൂടിക്കളയാതെ വണ്ണം ദൈവം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തുകയാണ്. അവർ യോർദാനിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അതേ വെള്ളം ഒഴുകിപ്പോയി കരയായി തീർന്ന ഭാഗത്ത് യോർദാൻ്റെ നടുവിൽ നിയമപെട്ടകവും വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ നിൽക്കണമായിരുന്നു. ആ പുരോഹിതന്മാർ നിയമപെട്ടകവും വഹിച്ചുകൊണ്ട് നദിയുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങൾ എല്ലാവരും, അവരുടെ ജനങ്ങൾ അതേ പുരുഷന്മാരും സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളും അവരുടെ ആടുമാടുകളും മറ്റു കന്നുകാലികളും ഒട്ടകങ്ങളും സമ്പത്തുകളെല്ലാം ആയി അവർ അക്കരെ കരയിലേക്ക് വളരെ സന്തോഷഭരിതമായിട്ട് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. ഇങ്ങനെ ജനം അവിടെ എത്തിച്ചേർന്നു. ആ അക്കരെ കരയിൽ കടന്നു.
എല്ലാ ആൾക്കാരും കടന്നതിന് ശേഷം ദൈവമായ യഹോവ കൽപ്പിച്ചു, അതെ, പോയി ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 പേരിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രഭുക്കന്മാർ 12 പേരും ചെന്ന് ആ നിയമപെട്ടകം വെച്ചുകൊണ്ട് പുരോഹിതന്മാർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലുകൾ എടുത്തുകൊണ്ട് ഒരു അന്തക്കോണം കൽപ്പിക്കപ്പെട്ട് കണ്ടെത്താൻ സാധിക്കും. അവർ പോയി 12 കല്ലുകൾ എടുത്ത് പുരോഹിതന്മാരുടെ അടുക്കൽ നിന്നും എടുത്ത് അവർ നേരെ കൊണ്ടുവന്നു. യോശുവ പറയുകയാണ്, നിങ്ങൾ ഇത് നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുപോയി സൂക്ഷിക്കണം. 12 ഗോത്രങ്ങളിൽ നിന്ന് 12 കല്ലുകൾ. ഒരുപക്ഷെ നിങ്ങൾ മറന്നു പോയിരുന്നാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിനെക്കുറിച്ച് ഓർക്കേണ്ടതിന് ഇസ്രായേൽ ജനങ്ങളെ അല്ലെങ്കിൽ തൻ്റെ പിതാക്കന്മാരെ അല്ലെങ്കിൽ തൻ്റെ പൂർവികരെ എപ്രകാരം ദൈവം യോർദാൻ നദി കടക്കുമാറാക്കി എന്ന് അറിയേണ്ടതിനും മനസ്സിലാക്കേണ്ടതിനും ഈ കല്ലുകൾ അവിടെ സൂക്ഷിക്കുകയും അത് ഈ യോർദാൻ നദി കടന്ന ഒരു സ്മാരകമായി സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്രകാരം 12 ഗോത്രങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതായ പ്രഭുക്കന്മാർ അത് നിർവഹിക്കപ്പെടുകയും ആ കല്ലുകൾ അവിടെ കൊണ്ടുവയ്ക്കുവാൻ തക്കോണം എടുത്തുകൊണ്ട് കരയിൽ കയറുകയും ചെയ്തപ്പോൾ പുരോഹിതന്മാരോട് നിയമപ്പെട്ടകവുമായിട്ട് കരയിലേക്ക് കടന്നു വരുവാൻ തക്കോണം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഈ പുരോഹിതന്മാർ നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് യോർദാൻ കരയിൽ യോർദാൻ കരയിൽ കയറി കാല് വെച്ചതും ഈ നദി വീണ്ടും ഒന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവജനമേ, വീണ്ടും ഈ നദി പൂർവ്വസ്ഥിതിയിലാവുകയും കര കവിഞ്ഞ് ഒഴുകുവാൻ തക്കവണ്ണം തുടങ്ങുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് ഓടിപ്പോരുന്നതായ ജനം ചെങ്കടലിന് അടുക്കൽ എത്തിയപ്പോൾ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം വടി നീട്ടി ആ കടലിനെ വിഭാഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എങ്കിൽ ഇവിടെ യോശുവ നിയമപെട്ടകത്തിൻ്റെയും അതിനകത്തിരിക്കുന്നതായ 10 കൽപ്പനകളുടെയും ശക്തിയോടും സാന്നിധ്യത്തോടും കൂടെ ഈ യോർദാൻ നദി കടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ശക്തി കർത്താവായ യേശു ക്രിസ്തു ഈ നിയമപെട്ടകത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ നദി ഇങ്ങനെ വിഭജിക്കപ്പെടുവാൻ തക്കവണ്ണം സാധ്യമായത്. ഒരുപക്ഷെ ചെങ്കടലിനെ വിഭജിക്കപ്പെട്ടപ്പോൾ ചെങ്കടലിൽ ജലം ചെങ്കടൽ മധ്യഭാഗത്ത് ഉള്ള ഭാഗം ജലം വറ്റിപ്പോവുകയും അതിൻ്റെ ഇരുവശങ്ങളിലും ജലം മതിലുകൾ പോലെ നിൽക്കുകയും ചെയ്തതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല. മുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ഈ നദിയിലെ വെള്ളം ഒരു വശത്ത് അത് ചിറ പോലെ ഉയർന്ന് ഈ ജലം മറിഞ്ഞു പോകാതെ മറുവശത്തേക്ക് ഒഴുകി തിരിച്ച് മുകളിലേക്ക് ഒഴുകി അത് കടന്നു പോയതായിട്ട് കാണുവാൻ കൊണ്ട് സാധിക്കുകയാണ്. ദൈവം എത്ര അത്ഭുതവാനാണ്. തൻ്റെ ജനത്തെ ദൈവം അത്ഭുതകരമായിട്ടും വളരെ വീര്യപ്രവർത്തികളിലൂടെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇപ്രകാരം ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ യോർദാൻ കടന്ന് അക്കരയ്ക്ക് പോകുവാൻ ശ്രമിക്കുന്നതായ അവസരം എല്ലാവരും ഈ യോർദാൻ നദിയിൽ മുങ്ങിച്ചാകുമായിരുന്നു. എന്നാൽ അപ്രകാരം ഇടയാകാതെ ഒരു മരണത്തിൽ നിന്നും, യോർദാനാകുന്ന മരണത്തിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചാൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു യോർദാൻ്റെ അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ യോർദാൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും കഷ്ടതകളും പരീക്ഷകളും ശോധനകളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. യോർദാൻ സമമായ ശോധനകളിലും എന്ന് നാം പാടുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. യോർദാൻ പോലെ കലങ്ങി മറിഞ്ഞു ഒഴുകുന്നതായ നിരവധി ശോധനകളും പരീക്ഷകളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ, ആ പരീക്ഷകളും ശോധനകളും നമ്മൾ നേരിടേണ്ടതിന് നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ദൈവമായ കർത്താവ് നമ്മുടെ മേൽ
കടന്നു വരുവാനും നമ്മോടൊപ്പം ആയിരിക്കുവാനും തക്കവണ്ണം നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ യോർദാൻ സമമായ കഷ്ടതകളെ നമുക്ക് കടന്ന് കനാനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദൈവസന്നിധിയിൽ വിശുദ്ധീകരണത്തോടുകൂടെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ശ്രമിക്കാം. നമ്മെ വിശുദ്ധീകരിക്കുന്നതായ ഒരു കാര്യം അവൻ്റെ വിശുദ്ധിയോടുകൂടിയ 10 കൽപ്പനകളാണെന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുക എന്നുള്ളത് ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായി നാം കാണുകയാണ്. ദൈവമേ, നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതായി ദൈവമക്കൾക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവർ കളങ്കിതരായി തീരുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പ്രസ്താവിച്ചിരിക്കുന്നത് കൽപ്പന ലംഘനം പാപമെന്നാണ്. കൽപ്പന ലംഘിക്കാതിരിക്കുന്നു എങ്കിൽ പാപമില്ലാത്തൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ പാപമില്ലാത്തൊരവസ്ഥയിൽ നാം ജീവിക്കണമെങ്കിൽ, നാം വിശുദ്ധീകരിക്കപ്പെടുന്നൊരവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനം യോർദാൻ കടക്കേണ്ടതിന് അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉൾക്കൊള്ളുന്നതായ ആ നിയമപ്പെട്ടകം വഹിച്ചതുപോലെ നാം ദൈവത്തിൻ്റെ 10 കൽപ്പനകളും നമ്മുടെ ഹൃദയങ്ങളിൽ വഹിച്ചുകൊണ്ട്, നമ്മുടെ സ്വഭാവങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുമെങ്കിൽ ഈ ലോകത്ത് നേരിടുന്നതായ ഏത് പരീക്ഷകളെയും ഏത് ശോധനകളെയും സാത്താൻ്റെ എല്ലാവിധമായ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവൻ്റേതായ എല്ലാവിധമായ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് യോർദാൻ സമമായിട്ടുള്ളതായ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. തീർച്ചയായിട്ടും ആ മരണകരമായ അവസ്ഥയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവിന് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. അവൻ്റെ കൽപ്പനകളെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളാം. അതനുസരിച്ചുകൊണ്ട് ജീവിക്കും എന്നുള്ളതായ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് നാം നേരിടേണ്ടിയിരിക്കുന്ന സർവ്വ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെന്ന ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് കേട്ടതായ തിരുവചന സത്യത്തിനായിട്ട് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിന് വീണ്ടും ഒരു വിജയം നീ അവിടെ നൽകിയല്ലെന്നൊരു സ്തുതിക്കുന്നാഥ. യോർദാൻ കടക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ ജനങ്ങളെ സഹായിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ യോർദാൻ സമാനമായ എല്ലാവിധമായ പ്രതിസന്ധികളെയും കഷ്ടങ്ങളെയും പരീക്ഷകളെയും ശോധനകളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകേണ്ടതിന് അവിടുത്തെ പരിശുദ്ധിയുടെ വചനമായിരിക്കുന്ന ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ടവരെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കേട്ടതായതിൻ്റെ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണം. മാനമഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവ് ദൈവമേ, ആമേൻ.